സോ ലെറ്റ്സ് സേ ഒരു ഫാമിലി ഉണ്ട്, ഓക്കെ, ഭാര്യയും ഭർത്താവും ഉണ്ട്. ഭർത്താവ് പുറത്ത് വർക്ക് ചെയ്യുക, ഔട്ട്സൈഡ് ദ കൺട്രി. ഇത് മിസ്സിനോടുള്ള ഒരു ചെറിയ ചോദ്യം. ലെറ്റ്സ് സേ വൈഫ് ഇവിടെ വർക്ക് ചെയ്യുന്നു, ഡെയിലി എല്ലാ ദിവസവും കോൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഫിനാൻഷ്യൽ സപ്പോർട്ടിന് ആളുണ്ട്, രണ്ടുപേരോടും ഫിനാൻഷ്യൽ സപ്പോർട്ടിനും ആളുണ്ട്, ഇമോഷണൽ സപ്പോർട്ടിനും ആളുണ്ട്. പക്ഷെ ഫിസിക്കൽ സപ്പോർട്ടിന് ആളില്ല. അത് ആ ഒരു റിലേഷൻഷിപ്പോ മാരേജിനും ഒരു പ്രോബ്ലം ആവാനായിട്ട് ഒരു വാലിഡ് റീസൺ ആണ്. വാലിഡ് റീസൺ ആണ്. ഇവിടെ ഇപ്പം ഈ പറഞ്ഞില്ലേ പ്രസൻസ്, ഹസ്ബൻഡിന്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരുപാട് വൈഫുമാര് ഇതുപോലെ ഒരുപാട് പ്രശ്നം, ഒന്നെങ്കിൽ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഇത് ഒരു അഡൾട്ടറിക്ക് റീസൺ ആവുന്നു. പലതരത്തിൽ മാമിനായാലും അറിയാം, പലതരത്തിൽ നമ്മുടെ ഭർത്താവ് അറ്റ് പ്രസന്റ് അവിടെ ഇല്ലെങ്കിൽ പലവരും അത് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ആ സാഹചര്യങ്ങളിലാണ് ഭർത്താവ് നമ്മളെ ഗൈഡ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു പോയിന്റ് ഭർത്താവിന്റെ പ്രസൻസിൽ ഈ പറയുന്ന സാധനം ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഭർത്താവിന്റെ പ്രസൻസിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യപ്പെടും. അല്ല, ഒരു പരിധി. ചേച്ചി കറക്റ്റ് സർവേ എടുത്തിട്ടാണോ ചേച്ചി? സർവേ ലൈക്ക് ഇന്ന പ്രോബബിലിറ്റി എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ക്രിമിനലൈസ് ചെയ്ത് അല്ല, അഡൽട്ടറി സർവേ ഒരു പരിധി വരെ. ഇപ്പൊ ഞാൻ പറയട്ടെ, വേല് ചാടണം എന്നുള്ള ഒരു ചാടും, അത് നമ്മുടെ കുറ്റമല്ല. സറൗണ്ടിങ്സ്, ഹോൾ വേൾഡ് ഉള്ള സറൗണ്ടിങ് അല്ല, ചേച്ചിയുടെ സറൗണ്ടിങ് വെച്ചായിരിക്കും നമുക്ക് വരുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് അനുഭവിക്കുന്നത് ആണുങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നിയമങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കാനാ. ഇത് ചൂഷണം ചെയ്യപ്പെടുവാണ്. ഒരു ഉദാഹരണം, ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ചില്ലെങ്കിലും ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം. നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഇത് ഒരു കാരണമായിട്ട് എടുത്തോണ്ട് ഇവർ ഒറ്റയ്ക്ക് താമസിക്കാൻ പോവുകയാണ്. അവിടെ ഒരു യൂണിറ്റി ഇല്ല, ഒരു ഫാമിലി ഇല്ല. എങ്ങനെയായാലും ഞാൻ കല്യാണം കഴിച്ച് പിരിയുമ്പോൾ എനിക്ക് നല്ലൊരു തുക കോമ്പൻസേഷൻ കിട്ടും. ഈ ഭർത്താവിന് എന്ത് കിട്ടുന്നു? അതെല്ലാം സൊസൈറ്റി ഇവന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അവൻ ഇവക്ക് വേണ്ടി ഇത് ചെയ്യണം. പക്ഷേ പൊസിഷന്റെ കാര്യം വരുമ്പോൾ ഡോമിനന്റ് ആരാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണം. എന്നാൽ ലയബിലിറ്റീസോ രണ്ടുപേരോട് എടുക്കാൻ തയ്യാറുമല്ല. ഇതെങ്ങനെ ശരിയാവും? അങ്ങനെ ഒരു പ്രശ്നം വരുമ്പം അപ്പുറ വീട്ടിൽ പോലെ വിവാഹം കഴിച്ച് വിവാഹബന്ധം വേർപിരിയുന്ന സാഹചര്യങ്ങളിൽ എല്ലാ ഭാര്യമാരും കോമ്പൻസേഷൻ ചോദിക്കുന്നുണ്ട്. വളരെ റെയർ ആൻഡ് റെയറസ്റ്റ് ആണ് എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് വിവാഹബന്ധം മാത്രം വേർപിരിച്ചാൽ മതി എന്ന് പറയും. കോമ്പൻസേഷൻ അവിടെ ചോദിക്കുന്നത് ഒരു ചൈൽഡ് ഇൻ കേസ് ഉണ്ടെങ്കിൽ അവരെ വളർത്താൻ വേണ്ടിട്ട് എന്തായാലും ഹസ്ബൻഡ്. അപ്പൊ ഈ വിവാഹ സമയത്ത് കൊടുത്ത ഇത്രയും സാധനങ്ങൾ നിങ്ങൾ തിരിച്ചു വാങ്ങിച്ചോണ്ടല്ലേ പോകുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.